നമുക്ക് സോവറിൻ ഗോൾഡ് ബോൺസിനെ പറ്റി സംസാരിക്കാം. വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ സ്വർണം ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. അത് ഹിസ്റ്റോറിക്കലി ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം വർഷങ്ങൾ മുമ്പേ സ്വർണം ആൾക്കാർ മേടിച്ചു തുടങ്ങിയതാണ്. അതിന്റെ വില കൂടി കൂടി പോകുന്നത് വർഷങ്ങളായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ എസ്പെഷ്യലി മലയാളികൾ അവരുടെ സേവിങ്സിന്റെ ഒരു ചെറിയ ഭാഗമാണെങ്കിലും സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ പേരൻസ് ഒക്കെ ആണല്ലോ, അവർ കുറെ FD എടുക്കും, പിന്നെ കുറെ സ്വർണവും മേടിച്ചു വെക്കും. അപ്പൊ അവര് പറയുന്നത് സ്വർണത്തിന്റെ വില കുറെ നാൾ കഴിയുമ്പോൾ കയറി പോകും. പിന്നെ എപ്പോഴെങ്കിലും പണം ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് പണയം വെച്ചിട്ട് നമുക്ക് പൈസ എടുക്കുകയും ചെയ്യാം. അപ്പൊ സ്വർണം എന്ന് പറയുന്നത് ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്, എസ്പെഷ്യലി മലയാളികൾക്ക്. റൈറ്റ്, സ്വർണത്തിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് പല തരം ഓപ്ഷൻസ് ആണ് ഉള്ളത്. നോർമലി നമ്മൾ കണ്ടുവരുന്നത് എന്താ, സ്വർണം നമ്മൾ ജ്വല്ലറി ആയിട്ടോ, അല്ലെങ്കിൽ സ്വർണം ഗോൾഡ് കോയിൻ ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഗോൾഡിന്റെ ബാർ ആയിട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ മേടിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലെ. അതാണ് അപ്പം ഒരു ഓപ്ഷൻ. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റലി നമുക്ക് ഗോൾഡ് മേടിക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗോൾഡ് ETF, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അത് നമ്മൾ ബേസിക്കലി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആ ഗോൾഡിന്റെ ആ വാല്യൂ കൂടുന്ന അനുസരിച്ചിട്ടുള്ള പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും ഉള്ളത്. സോ അങ്ങനെ പല തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഗോൾഡിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിലെല്ലാം ഉള്ളതിൽ ഒരു നല്ല ഓപ്ഷനാണ് സോവറിൻ ഗോൾഡ് ബോൺസ് മേടിക്കുക എന്ന് പറയുന്നത്. സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇത് 2015 ആദ്യമായിട്ട് RBI പുറത്തു കൊണ്ടുവരുന്നത്. സോ ഇത് ഒരു ടൈപ്പ് ഓഫ് ബോണ്ട് ആണ്, ഇത് ഒരു ടൈപ്പ് ഓഫ് ഗോൾഡ് ബോണ്ട് ആണ്. ഇതിന്റെ വാല്യൂ പെഗ് ചെയ്തിരിക്കുന്നത് ഗോൾഡിന്റെ മാർക്കറ്റ് പ്രൈസ് ആയിട്ടാണ്. അതായത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉള്ള പ്രൈസ് ആണ് നമ്മൾ ഇത് മേടിക്കുന്ന സമയത്ത്. അതേപോലെ നമ്മൾ റെഡീം ചെയ്യുമ്പോൾ ആ റെഡീം ചെയ്യുന്ന സമയത്തെ ഗോൾഡിന്റെ മാർക്കറ്റ് പ്രൈസ് എന്താണോ അതാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കിട്ടുന്നത്. ഇതിന്റെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത് 8 വർഷമാണ്. അതായത് ഇന്നാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 8 വർഷം കഴിഞ്ഞാണ് ഇത് നമുക്ക് മെച്യൂരിറ്റി ആയി നമുക്ക് തിരിച്ചു കിട്ടുക. ഇത് നമുക്ക് 2 രീതിയിൽ മേടിക്കാൻ പറ്റും. ഒന്ന്, ഒരു ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ, ഡിമാറ്റ് ഫോമിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഈ ബോണ്ട് മേടിക്കാൻ പറ്റും. 2 എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മേടിക്കാൻ പറ്റും, ഡീമെറ്റീരിയലൈസ് അല്ലാത്ത രീതിയിൽ. ഡീമെറ്റീരിയലൈസ് ഫോമിലാണെങ്കിൽ നമുക്ക് ഡിമാറ്റിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇത് അന്നത്തെ മാർക്കറ്റ് പ്രൈസ് നമുക്ക് വേണമെങ്കിൽ സെൽ ഓഫ് ചെയ്ത് കളയാം. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് പണമായിട്ട് നമുക്ക് എടുക്കാം. അത് മേടിക്കാനായിട്ടുള്ള ആൾക്കാർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അത് ഡീമെറ്റീരിയലൈസ്ഡ് അല്ലാത്ത ഫോമിലാണെങ്കിൽ നിങ്ങൾക്ക് അത് റെഡീം ചെയ്യണം എന്നുണ്ടെങ്കിൽ 5 വർഷം 6 മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രീ മെച്യൂർ റിഡംഷൻ RBIയിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് റെഡീം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ നോർമൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 8 ഇയേഴ്സ് ആണ്. 8 ഇയേഴ്സ് കഴിയുമ്പോൾ ഇത് മെച്യൂർ ആവും നമ്മുടെ അക്കൗണ്ടിലേക്ക്. അന്നത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത് വെച്ചിട്ടുള്ള ഒരു മാച്യൂരിറ്റി എമൗണ്ട് RBI നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. ഇതിന്റെ വേറൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റ് പ്രൈസ്, അതായത് ഗോൾഡിന്റെ വില കൂടുന്നതിന്റെ ലാഭവും ഇൻവെസ്റ്റേഴ്സ് നമുക്ക് കിട്ടും. അതിന്റെ പുറമെ 2.5% ഇൻട്രസ്റ്റും ഓരോ വർഷവും RBI ഇൻവെസ്റ്റേഴ്സിന് തരുന്നതാണ്. അത് ഓരോ 6 മാസം കഴിയുമ്പോഴും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് RBI ഈ ഇൻട്രസ്റ്റ് തുക ഇട്ടുതരും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്യൂവൻസ് നടക്കാൻ പോകുന്ന സോവറിൻ ഗോൾഡ് ബോൺസ് അപ്ലൈ ചെയ്യേണ്ട ദിനങ്ങൾ എന്ന് പറയുന്നത് 18th ഡിസംബർ തൊട്ട് 22nd ഡിസംബർ ആണ്. അതായത് ഈ ആഴ്ചയാണ്. ഇതിൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 1 ഗ്രാമിന് 6199 രൂപയാണ്. ഇത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 50 രൂപയുടെ ഡിസ്കൗണ്ടും RBI ഇതിന് മേളിൽ തരുന്നുണ്ട്. അപ്പൊ 6149 രൂപയായിരിക്കും. നമുക്ക് സോവറിൻ ഗോൾഡ് ബോൺസ് മേടിക്കാൻ പറ്റുന്നത് ഗ്രാം വൈസ് ആണ്. അതായത് 1 ഗ്രാമിന്റെ മൾട്ടിപ്പിൾ വൈസ് ആണ്. അതായത് മിനിമം നമുക്ക് 1 ഗ്രാം മേടിക്കാം. അങ്ങനെ നമുക്ക് 4 കിലോ വരെയാണ് ഒരാൾക്ക് ഒരു വർഷത്തിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് മേടിക്കാൻ പറ്റുന്നത്. ഇതിപ്പോ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ 4 കിലോ വെച്ചിട്ട് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. NRIസിന് ഇപ്പം ആസ് ഓഫ് നൗ RBI സോവറിൻ ഗോൾഡ് ബോൺസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അലോ ചെയ്തിട്ടില്ല. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, പാർട്ണർഷിപ്പ് ഉണ്ട്. ഈ കമ്പനികൾക്കും സോവറിൻ ഗോൾഡ് മേടിക്കാൻ RBI അലോ ചെയ്തിട്ടില്ല. സോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് RBI സോവറിൻ ഗോൾഡ് ബോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും അതിപ്പോൾ സ്വർണത്തിലാകാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആവാം, സ്റ്റോക്സിലാവാം, മ്യൂച്വൽ ഫണ്ട്സ് ആവാം, ഏത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നമ്മളൊരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലെ. സോവറിൻ ഗോൾഡ് ബോൺസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് മെച്യൂരിറ്റി വരെ, അതായത് 8 ഇയേഴ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിഡംഷനിൽ നമുക്ക് കിട്ടുന്ന എൻറ്റയർ എമൗണ്ട് നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒന്നും അതിൽ വരില്ല. പക്ഷെ നമ്മൾ 8 വർഷത്തിന് മുമ്പ്, അതായത് 5.5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ
പ്രീമച്ചുവർ റിഡംഷന് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലാണെങ്കിൽ ആ ഡിമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള സോവറിൻ ഗോൾഡ് ബോൺസ് നമ്മൾ സെൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാഭം 1 lakhന് മുകളിലാണെങ്കിൽ നമ്മൾ അതിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ 8 വർഷം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാഭം എത്ര തന്നെയാണെങ്കിലും അതിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരില്ല. ഇപ്പൊ ഇതിൽ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2.5% RBI ഇൻട്രസ്റ്റ് നമുക്ക് തരുന്നുണ്ടല്ലോ ഓരോ വർഷവും. ആ ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻകം നോർമൽ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് ആ ഇൻകം നമ്മുടെ നോർമൽ ഇൻകത്തിലേക്ക് ആഡ് ആവും. പിന്നെ നമ്മൾ ഏത് ബ്രാക്കറ്റിലാണോ അതിന് നമ്മൾ നോർമൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. ടാക്സ് എക്സംഷൻ എന്ന് പറയുന്നത്, ടാക്സ് ഇല്ലാത്തത് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസിന് മാത്രമാണ്. അതായത് നമ്മൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 8 വർഷം മച്യൂരിറ്റി വരെ നമ്മൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് ഹോൾഡ് ചെയ്തു, അന്ന് നമുക്കൊരു തുക കിട്ടുന്നു. ആ തുകയിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് നമുക്ക് എക്സംഷൻ ആയിട്ട് RBI തന്നിരിക്കുന്നത്. ഇതിലെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ ഗോൾഡ് മേടിക്കുന്ന ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫിസിക്കൽ ഗോൾഡ് മേടിക്കുമ്പോൾ എന്താ, ഇപ്പൊ നമ്മൾ ജുവലറി ആയിട്ട് മേടിക്കുന്നെങ്കിൽ അതിൽ പണി കൂലിയുണ്ട്, മേക്കിംഗ് ചാർജസ്, പിന്നെ GST നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് ആയിരിക്കത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് പിന്നീട് നമ്മൾ സെൽ ഓഫ് ചെയ്യണം എന്ന് വെക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഗോൾഡിന്റെ റിട്ടേൺസ് നമുക്ക് കിട്ടത്തില്ല. ഗോൾഡ് ബോൺസിനകത്ത് GST ഇല്ല, നമുക്ക് മേക്കിംഗ് ചാർജസ്, ഇങ്ങനെ വക ചാർജസുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് ആ ഗോൾഡിന്റെ വാല്യൂ അപ്രീസിയേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കൊരു 2.5% അഡീഷണൽ ഇൻട്രസ്റ്റും നമുക്ക് ഈ ബോൺസിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഫിസിക്കൽ ഗോൾഡ്, ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് സ്വർണ്ണം ഉണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും എവിടെ വേണമെങ്കിലും കൊണ്ടുവച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഗോൾഡ് ലോൺ എടുക്കാൻ പറ്റും എന്നാണല്ലോ. സോവറിൻ ഗോൾഡ് ബോൺസ് ആണെങ്കിലും അത് കൊളാട്രൽ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു തരം സെക്യൂരിറ്റിയാണ്. അപ്പോൾ പല ബാങ്കുകളിലും നമുക്ക് ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് സോവറിൻ ഗോൾഡ് ബോൺസ് വെച്ച് നമുക്ക് അതിൽ നിന്നും ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ എമർജൻസി നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അത് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇനി ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണ് മേടിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇത് എവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലെ? എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്, ഇത് എവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഇത് അപ്ലൈ ചെയ്യണം എന്നാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് അതാണ്. ഇത് എവിടുന്ന് ഇത് മേടിക്കും, ഇത് എവിടെ പോയി അപ്ലൈ ചെയ്യും? അതാണ് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം. ഇൻവെസ്റ്റ് ചെയ്യണം താല്പര്യമുണ്ട്, അപ്ലൈ ചെയ്യണം താല്പര്യമുണ്ട്, പക്ഷെ ഇത് എവിടെ എങ്ങനെ ചെയ്യും? ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ കയറുക. ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ സോവറിൻ ഗോൾഡ് ബോൺസ് എന്ന ഓപ്ഷൻ കാണും. അവിടെ കയറുക. നിങ്ങൾക്ക് എത്ര ഗ്രാം ആണോ മേടിക്കേണ്ടത് അത് കൊടുക്കുക. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡീമാറ്റീരിയലൈസ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഡിമാറ്റ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. അത് എൻട്രി ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു OTP വരും, അത് സബ്മിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബാങ്കിന്റെ, നിങ്ങൾക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ ആ ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡിജിറ്റലി നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഗ്രോയുടെ അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെറോദയുടെ അക്കൗണ്ട് ഉണ്ട്, അപ്സ്റ്റോക്സിന്റെ അക്കൗണ്ട് ഉണ്ട്, ICICI ഡിറക്റ്റിന്റെ അക്കൗണ്ട് ഉണ്ട്, അല്ലെ HDFC സെക്യൂരിറ്റീസിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. ഇങ്ങനെ ഏത് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഈ ബ്രോക്കർ ത്രൂ, ഈ ട്രേഡിംഗ് അക്കൗണ്ട് ബ്രോക്കർ ത്രൂ നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോൺസ് ഡിജിറ്റലി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റലി ആണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ പെർ ഗ്രാമിൽ ഒരു 50 രൂപയുടെ ഡിസ്കൗണ്ടും കൂടി RBI തരുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡിജിറ്റലി അല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ അഗെയിൻ നിങ്ങളുടെ ഏതാണോ ബാങ്ക് ആ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ബാങ്ക് ബ്രാഞ്ചിലേക്ക് ചെല്ലുക. അവിടെ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം കാണും. അത് നിങ്ങൾ ഫിൽ ഔട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാനും ആധാറും അങ്ങനെ KYC ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾക്ക് ഡിമാറ്റ് വേറെ ഉണ്ടെങ്കിൽ ഡിമാറ്റലൈസ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിമാറ്റിന്റെ ഡീറ്റെയിൽസും കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് ആ ബാങ്ക് ബ്രാഞ്ചിൽ ചെന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അവിടുന്ന് നമുക്ക് സോവറിൻ ഗോൾഡ് ബോൺസ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എഗെയിൻ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റലി അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്നത്. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിന്റെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈ ഓപ്ഷൻ കാണും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എന്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട്സ്? നമ്മൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ഓപ്ഷനുകളിൽ ഒരു നല്ല ഓപ്ഷനാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്സ്. അതിന്റെ പല ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡിനെക്കാളും വളരെയധികം നല്ലതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അഡീഷണൽ 2.5% ഇൻട്രസ്റ്റും RBI തരുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റ്സും വരുന്നുണ്ട് ഇതിന്റെ കൂടെ. അപ്പം സോവറിൻ ഗോൾഡ് ബോണ്ട്സിന്റെ ലേറ്റസ്റ്റ് ഇഷ്യൂ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ്സ് 18th December to 22nd December ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ഫ്രെയിമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കി എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കിയായിരുന്നു നേരത്തെ. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡിജിറ്റലി തന്നെ ചെയ്യുന്നതാണ്. 50 രൂപയുടെ ഡിസ്കൗണ്ടും RBI തരുന്നുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടുക, ഞാൻ അതെല്ലാം ആൻസർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി അറിയണം എന്നുള്ള ഒരാൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫൈനാൻഷ്യലി ഫ്രീ.